നീ ഷോപ്പിംഗ് ഇത്ര നേരത്തെ വന്നോ? അതെ, ഞാൻ നേരത്തെ വന്നോണ്ടാണല്ലോ നിങ്ങളുടെ ഈ കളത്തരം കണ്ടുപിടിക്കാൻ പറ്റിയത്. ഞാനൊന്ന് വെളിയിലോട്ട് ഇറങ്ങാനിരിക്കും നിങ്ങൾ കുപ്പി പൊട്ടിക്കാൻ. നിങ്ങളിത് എത്രാമത്തെ പ്രാവശ്യം എന്നോട് സത്യം ചെയ്യുന്നത് കുടിക്കത്തില്ലെന്ന്? അച്ഛന്റെ ഹെൽത്തിനെ പറ്റി എന്തേലും കൺസേൺ ഉണ്ടോ? ഹെൽത്ത്? അതെ, ഹെൽത്ത്. ഞാൻ നിന്നോടൊരു സത്യം പറയട്ടെ. ഒരുപാട് കാലങ്ങളായി നിന്നോട് മറച്ചു വെച്ചത് സത്യം. 1995 ജനുവരി 2-ാം തീയതി അന്ന് കല്ലറ സെന്റ് തോമസ് ഹൈസ്കൂളിൻ്റെ 9B ഒരൊറ്റ പിള്ളേരില്ല, ഞാനൊഴികെ. എല്ലാവരും തൊട്ടപ്പുറത്തെ തിയേറ്ററിൽ സ്ഫടികത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, അത് കാണാൻ പോയി. ഞാൻ പോയില്ല. കാരണം എന്നാണെന്നറിയോ? അന്ന് മേരി ടീച്ചർ പറഞ്ഞ് പഠിച്ച് വലിയ ആളാവണമെന്ന്. ഞാനത് വിശ്വസിച്ച് ക്ലാസ്സിൽ കുത്തിയിരുന്നു. അന്ന് മോഹൻലാൽ വില്ലനെ എടുത്ത് കിണറ്റിലിട്ടപ്പം ക്ലാസ്സിലിരുന്ന് ഉസാഗയും ലസാഗയും കടിച്ചു പൊട്ടിക്കുകയായിരുന്നു ഞാൻ എന്തോ ചോദിച്ചത്? അച്ഛൻ്റെ ഹെൽത്തിനെ പറ്റി എന്തെങ്കിലും കൺസേൺ ഉണ്ടോന്നല്ലേ ഞാൻ ചോദിച്ചത്. എനിക്കറിയാം, ഞാൻ പറയട്ടെ. അന്നാണ് ഞങ്ങളുടെ വല്യമ്മയുടെ 2ാമത്തെ നാത്തോൻ്റെ മകൻ കട്ടച്ചിറയിലുള്ള കുട്ടൻ ചേട്ടൻ്റെ വീട്ടിൽ വരുന്നത്. കുട്ടൻ ചേട്ടന് മട്ടൻ കറി ഭയങ്കര ഇഷ്ടമാണ്. വല്യമ്മ പറഞ്ഞ് പോയി 1 കിലോ മട്ടൻ മേടിച്ചുകൊണ്ട് വരാൻ. എനിക്കറിയാം മട്ടൻ കറി കണ്ട കുട്ടച്ചേട്ടൻ ചട്ടി പിടിക്കാതെ മാറില്ലെന്ന്. ഞാൻ പോയി 2 കിലോ മട്ടൻ മേടിച്ചുകൊണ്ട് വന്നു. മട്ടൻ മേടിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് അറിയുന്നത് വീട്ടിൽ ഉപ്പ് തീർന്നു പോയെന്ന്. ഞാൻ പിന്നെ ഓടി. ആരും എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയില്ല. ബന്ധമില്ലാത്താണല്ലോ അല്ല. അന്ന് വീട്ടിൽ ഉപ്പ് തീർന്നു പോയതും ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാതിരുന്നതും നീ ഇപ്പം എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നതും ഒന്നിനും ഒരു ബന്ധവുമില്ലല്ലോ. സ്മരണ വേണം റീന, സ്മരണ. അച്ഛാ